പണ്ടേ നിങ്ങളെല്ലാം ധിക്കരിച്ച് ഒരു വിസയും സംഘടിപ്പിച്ച് വിമലയും കൊണ്ട് ഗൾഫിലേക്ക് പറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എല്ലാവരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും ആവട്ടെ എന്ന് ആഗ്രഹിച്ചു പോയതാ. വീണ്ടും ഞാനത് ആലോചിച്ചുകൂടാന്നില്ല. അപ്പോഴും നിങ്ങൾ ഈ ന്യായം പറഞ്ഞ് വരാൻ നിൽക്കരുത്. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. എടാ മോനെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. അമ്മയുടെ വലിയേട്ടൻ തന്നെ വിളമ്പി കൊടുത്താൽ മതി. ഒരേ മനസ്സല്ലേ, വയറും ഒരേപോലെ വിശക്കുന്നുണ്ടാവും. വലിയേട്ടന് വിഷമമൊന്നും തോന്നണ്ട കേട്ടോ. കല്യാണം നടക്കാത്തതിന്റെ വിഷമം അവന്. അല്ലെങ്കിൽ മുതിർന്നവരോട് ഇങ്ങനൊന്നും പറയില്ല അവൻ. എനിക്കറിയില്ലേ ഹരീന്ദ്രനെ, എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. അവസാനം അവൻ പറഞ്ഞത് കേട്ടപ്പോ ഒരു ടെൻഷൻ. അവളുടെ എങ്ങനെയെങ്കിലും അവന്റെ മനസ്സ് മാറ്റിയെടുക്കണം. വിമലയെ മരുമകളായിട്ട് വേണ്ടാന്ന് മനസ്സുകൊണ്ട് ഞാൻ അന്നേ തീരുമാനിച്ചതാ. പകരം മറ്റൊരാളെ വേണം കണ്ടെത്താൻ. ഇനി എന്തിനു മറ്റൊരാള്? നിനക്കും മോനും പറ്റിയത് എന്റെ ഇളയ മകൾ മാലിനി തന്നെയാണ്. അല്ല, അത് വലിയേട്ടാ. പിന്നെ മണ്ഡപത്തിലെ നമ്മളിത് ധാരണയിലെത്തിയതാ, അത് മറക്കരുത്. കുഞ്ഞായിരുന്നപ്പോൾ നീയും മാലിനി മോളെ ഒക്കത്തെടുത്തുകൊണ്ട് നടന്നതല്ലേ. അവളാകുമ്പോ ഇവിടെ വന്നാൽ മരുമകളായിട്ടല്ല, മകളായിട്ട് നിന്നെ നോക്കിക്കൊള്ളും. പുറത്തു നിന്നുള്ള ഒരു കുട്ടിയല്ലല്ലോ. പിന്നെ കുടുംബ മഹിമയ്ക്ക് ഒരു കുറവുമില്ല. നീ എന്താ ഇനിയും ഒന്നും മിണ്ടാത്തത്? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ആലോചിക്കായിരുന്നു. എന്താ ആലോചിക്കാൻ? ഒന്നും ആലോചിക്കാനില്ല. എന്റെ മോൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയാൽ ഈ വീട്ടിലേക്ക് വന്നു ചേരുന്ന സ്വത്തിന് കൈയും കണക്കുമുണ്ടാവില്ല. അത് നിനക്കറിയാമല്ലോ. അവള് മഹാലക്ഷ്മിയാണ്, മഹാലക്ഷ്മി. ഞാനിങ്ങനെ പറയുന്നതല്ലാതെ നീ എന്താ ഒന്നും മിണ്ടാത്തത്? അതിപ്പോ വലിയേട്ടാ, എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയ്. ഇന്നത്തെ കല്യാണം മുടങ്ങിയാൽ ഹരീന്ദ്രനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാമെന്ന് നീ പറഞ്ഞതല്ലേ. പിന്നെന്താ ഇപ്പൊ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ തുറന്നു പറയണം. താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? എന്റെ മോൾ ഒരു ചെറുക്കന്റെ കൂടെ പോയി പെട്ടെന്ന് തിരിച്ചു പോന്നു. ഇപ്പോൾ ഹരീന്ദ്രന്റെ ആദ്യ വിവാഹം മുടങ്ങിയില്ലേ? അവന് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ നീ ഇനിയും അനുവദിക്കുവോ? ഇല്ല, അത് നടക്കില്ല എന്ന് ഉറപ്പാ. അതുപോലെ തന്നെയാ ഇതും. മാലിനിയെ അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിച്ചില്ല. എന്ന് വെച്ചാൽ ഹരീന്ദ്രനും മാലിനിയും തുല്യ അവസ്ഥയിലാണ്. അവരാണ് ഒന്നിക്കേണ്ടത്. ഇനിയെങ്കിലും നീ കൂടി ഒന്ന് തീരുമാനിച്ചാൽ മതി. ശരി, നമുക്ക് ആ വഴിക്ക് ആലോചിക്കാം. വലിയേട്ടൻ അല്പം കൂടി സമയം താ എനിക്ക്. ഇതങ്ങോട്ടൊരു കരക്കെടുക്കുന്ന ലക്ഷണമില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ വല്ല കടുങ്കയും ചെയ്യേണ്ടി വരുമോ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.